വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കേക്കിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ജെല്ല് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സാധാരണയായി നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനായി ഒരു ലെമൺ, 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ, 1/4 കപ്പ് വെള്ളം എന്നിവയാണ് ആവശ്യമുള്ളത്. ഇനി ആദ്യം ഞാൻ ഈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ശേഷം 1/4 കപ്പ് വെള്ളം, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ മിക്സാക്കി എടുക്കാം. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് ഇതിൽ ഇട്ട് വെക്കുക. ശേഷം ഇതിൽ നിന്നും എടുത്തു മാറ്റണം. ചെറുനാരങ്ങ ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി മൈദയാണ് ചേർക്കാനുള്ളത്. അതിനായി മൈദ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കട്ട പിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതാ ഞാനിവിടെ നല്ല പോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ജെല്ല് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്യാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതാ കണ്ടില്ലേ, നല്ല പോലെ നമ്മളുടെ ജെല്ല് റെഡിയായി വന്നിട്ടുണ്ട്. ജെല്ല് അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണം ചേർക്കാൻ. നമുക്ക് കേക്കിന് മുകളിൽ എന്ത് കളറാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അത് ചേർക്കാം. പൈപ്പിംഗ് ജെല്ല് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നല്ലൊരു ജെല്ല് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്